നിർമ്മിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ അനുഗ്രഹം അത്ഭുതമാണ്. അത് ചുമ്മാ കുറെ കല്ലുകൾ എടുത്ത് വെച്ചു എന്നല്ല, ഓരോരുത്തരുടെയും എണ്ണം അനുസരിച്ച് നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങളും ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ വചനം കേൾക്കുമ്പോൾ കല്ലെടുത്ത് വച്ചതുപോലെ അവരുടെ പേരുകൾ നിയോഗത്തിൽ പ്രാർത്ഥനയിൽ വെച്ചോണ്ട് വേണം ഈ ബലിപീഠത്തിൽ പ്രാർത്ഥിക്കാൻ. ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന നിങ്ങൾ ടി വിയോ കമ്പ്യൂട്ടറോ മൊബൈലിൻ്റെ സഹായത്തോടെ ആയിരിക്കാം. പക്ഷെ ഞാൻ വിശ്വസിക്കുവാണ്, ആ വചനം കേൾക്കാൻ നിങ്ങളിരിക്കുന്ന സ്ഥലം ഈ ഏലിയ പണിതുയർത്തിയ ഒരു ബലിപീഠം പോലെ പവിത്രമാണെന്ന്. അവിടെ ഇരുന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അപ്പം നിങ്ങളുടെ മനസ്സിൽ ആ ഗോത്രസംഖ്യ അനുസരിച്ച് 12 കല്ലെടുത്തെന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഓരോരുത്തരുടെയും പേരുകളൊക്കെ ഓർക്കണം ആ വചനം കേൾക്കുമ്പം. അങ്ങനെ പ്രാർത്ഥനയുടെ ഒരു ബലിപീഠം കർത്താവിന് നിർമ്മിച്ചു. സാധ്യമാണോ ദൈവത്തിന് വേണ്ടി ഒരു ബലിപീഠം?